മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഇത്രയും കടുത്ത നടപടി ആവശ്യമില്ലായിരുന്നുവെന്ന് എ ഗ്രൂപ്പ്. നടപടിയിൽ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത അതൃപ്തിയുണ്ട്. വിശദീകരണം പോലും ചോദിക്കാതെയുള്ള നടപടി കടുത്തതാണ്. ആരോപണം അംഗീകരിച്ചതുപോലുള്ള സമീപനം സിപിഎമ്മിന് ആയുധമായി എന്നും വിലയിരുത്തൽ. എന്നാൽ നടപടി അനിവാര്യമായിരുന്നു എന്നാണ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ നടപടിയിലൂടെ സാധിച്ചുവെന്നും വി.ഡി. സതീശൻ വിഭാഗം. കെ.ആർ. സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ വിവാദങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ രണ്ടഭിപ്രായം നമ്മൾ കാണുന്നതാണ്. ഒടുവിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളെ ജനങ്ങൾ ഉൾപ്പെടെ പ്രശംസിച്ചതുമാണ്. ഇപ്പോൾ ആ ഒരു ഭിന്നത അല്ലെങ്കിൽ അതൃപ്തി കൂടുതൽ പുറത്തുവരികയാണോ? അമൃത, ഇക്കാര്യത്തിൽ എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കടുത്ത നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വിശദീകരണം പോലും ചോദിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് പോയത്. ആ നടപടി യഥാർത്ഥത്തിൽ എതിരാളികളായ സിപിഎം പോലും ആവശ്യപ്പെട്ടിരുന്നില്ല. അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോയതുകൊണ്ടാണ് പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അടക്കം സിപിഎം രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ നടത്തുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നത്. പ്രതിപക്ഷത്തിനാകെ എതിരെയുള്ള സമരം എന്ന നിലയിലേക്ക് അതിന് സിപിഎമ്മിന് കൊണ്ടുപോകാനായതും അതുകൊണ്ടാണ് എന്നാണ് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന് 10 ദിവസം പിന്നിട്ടും രേഖാമൂലമുള്ള ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല. അതായത് ഇരകൾ എന്ന് പറയപ്പെടുന്നവരുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഒരു സ്വാഭാവിക നീതിയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തിടുക്കപ്പെട്ടുള്ള പാർട്ടി നടപടിയിലൂടെ എന്നാണ് മുതിർന്ന നേതാക്കൾ അടക്കം വിലയിരുത്തുന്നത്. അതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാതെയുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി നടത്തുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അവസാനിപ്പിക്കാമായിരുന്നു നടപടികൾ. അതിനുശേഷം പരാതികളും കേസും മറ്റും വരുന്ന ഘട്ടമുണ്ടായാൽ അപ്പോൾ മാത്രം കൂടുതൽ പരിശോധനയിലേക്ക് പോയാൽ മതിയായിരുന്നു. അതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിന് വിശദീകരണം നൽകാനുള്ള സമയം എന്ന നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. യഥാർത്ഥത്തിൽ സിപിഎമ്മിന് ഒരു വലിയ ആയുധം നൽകുകയാണ് പാർട്ടി നടപടിയിലൂടെ ചെയ്തത് എന്ന വാദമാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതോടുകൂടി ഈ കുറ്റം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എല്ലാം ശരിയാണ് എന്ന സന്ദേശം കോൺഗ്രസ് തന്നെ എതിരാളികൾക്ക് നൽകുന്നത് പോലെയായിപ്പോയി എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തരുത്, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം, രാഷ്ട്രീയമായ സംരക്ഷണം ഈ ഘട്ടത്തിൽ നൽകാവുന്നതാണ് എന്ന ഒരു നിലപാടിലേക്ക് എ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ നീങ്ങിയിരിക്കുന്നു. അതേസമയം വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്തരം ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഒരു കൃത്യമായ നടപടി എടുത്തതുകൊണ്ടാണ് പാർട്ടിയുടെ പ്രതിച്ഛായ പൊതുസമൂഹത്തിൽ ഉയർത്തി നിർത്താൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ സന്ദേശം നൽകാൻ ഈ നടപടികളിലൂടെ കോൺഗ്രസിന് കഴിഞ്ഞു. അതിനാൽ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുകയല്ല പാർട്ടി ചെയ്തത്, രാഷ്ട്രീയമായി ഏറെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് നടപടികളിലൂടെ കഴിഞ്ഞു എന്നാണ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഏതായാലും എ ഗ്രൂപ്പിന്റെ കൂടുതൽ നീക്കങ്ങൾ എന്താണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ DCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പാലോട് രവിയെ ഫോൺ സംഭാഷണ വിവാദമായി നീക്കിയപ്പോഴും ആദ്യം വിശദീകരണം ചോദിക്കാതെ തിടുക്കപ്പെട്ട് നടപടി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയല്ല പാർട്ടി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന അഭിപ്രായവും മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ദിവസമായിട്ടും ഒരു ശക്തമായ പരാതി ഇതിനകത്ത് ഇരയാക്കപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തതാണ് എ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു പരാതി ഇല്ലാതിരിക്കെ ഒരു MLAക്കെതിരെ ഇങ്ങനെ നടപടിയെടുത്തത് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നതാണ്. അത് കോൺഗ്രസിന് മോശം പ്രതിച്ഛായ ഉണ്ടാക്കി എന്ന നിലപാടാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. അമൃത.